നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക ബൈജു. നോക്കാം പ്രധാന വാർത്തകൾ. മുനമ്പം സമരത്തെ BJP പിന്തുണച്ചത് വോട്ട് ബാങ്ക് ലക്ഷ്യം വച്ചല്ല എന്ന് കെ സുരേന്ദ്രൻ. വഖഫ് കരിനിയമത്തിനെതിരാണ് BJP നിലപാട്. ഇടത് വലത് മുന്നണികൾ സമരക്കാരെ കബളിപ്പിക്കുന്നുവെന്നും സുരേന്ദ്രൻ. സമരപ്പന്തൽ സന്ദർശിച്ച് സംസ്ഥാന അധ്യക്ഷൻ. പീഡനക്കേസിൽ മുകേഷ് MLAക്ക് കുരുക്ക്. കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്ന് SIT. മുകേഷ് MLA സ്ഥാനത്ത് തുടരുമെന്ന് CPM. കണ്ണൂരിൽ BJPയുടെ വളർച്ച തുറന്ന് സംബന്ധിച്ച് CPM പ്രവർത്തന റിപ്പോർട്ട്. പാർട്ടി കേന്ദ്രങ്ങളിൽ ഇതുവരെ ഇല്ലാത്ത വോട്ട് ചോർച്ചയെന്ന് വിലയിരുത്തൽ. PP ദിവ്യക്കെതിരെയും നേതാക്കൾ. ADMന്റെ യാത്രയയപ്പിലെ ദിവ്യയുടെ പ്രസംഗം ന്യായീകരിക്കാനാകാത്തതെന്നും വിമർശനം. ഞാൻ ഈ ആന്റി ഇൻകംബൻസി ഇതിലൊന്നും വിശ്വസിക്കുന്നയാളല്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്രയോ യുഗങ്ങളായിട്ട് ഈ പറയുന്ന ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾക്കുമെതിരെ നിൽക്കുന്നു അല്ലെ? ഒരു harsh incumbency was impending on all the 20 Lok Sabha constituencies of my state. ഇടത് വലത് മുന്നണികൾക്കെതിരെ ആഞ്ഞടിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിലെ BJPയുടെ വിജയം ജനങ്ങളെ ഭയക്കണമെന്ന താക്കീത്. നിലവിളിക്കാതെ കിട്ടുന്ന ഫണ്ട് കേരളം കൃത്യമായി വിനിയോഗിക്കണമെന്നും സുരേഷ് ഗോപി. മലപ്പുറം എളങ്കൂരിൽ യുവതിയുടെ ആത്മഹത്യയിൽ ഭർത്താവ് പ്രഭിൻ കസ്റ്റഡിയിൽ. പൂക്കോട്ടുംപാടം സ്വദേശി വിഷ്ണുജ മരിച്ചത് വ്യാഴാഴ്ച. യുവതിയെ ഭർത്താവും വീട്ടുകാരും ഉപദ്രവിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മ ശ്രീധുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പിന് കേസ്. ശ്രീധുവിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ തട്ടിയെന്ന കേസ്. FIRന്റെ പകർപ്പ് ജനം TVക്ക്. യാതൊരു കാരണവശാലും 113ാമത് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് തുടക്കം. വിദ്യാധിരാജ നഗറിൽ വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടെ ഘോഷയാത്രാ സംഗമം. ഉദ്ഘാടനം വൈകിട്ട് പമ്പ മണപ്പുറത്ത് ഗവർണർ നിർവഹിക്കും. IS ഭീകരതയുടെ അടിവേരറക്കാൻ ട്രംപ്. സൊമാലിയയിൽ IS ഭീകര കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം. ലക്ഷ്യമിട്ടത് ഭീകര താവളങ്ങൾ. നിരവധി ഭീകരർ കൊല്ലപ്പെട്ടെന്ന് US പ്രതിരോധ സെക്രട്ടറി. ഇംഗ്ലണ്ടിനെതിരായ 5ാം T20 ഇന്ന് മുംബൈയിൽ. സഞ്ജുവിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച ആരാധകർ. ദേശീയ ഗെയിംസിൽ സ്വർണ്ണ പ്രതീക്ഷയോടെ കേരളം. സജൻ പ്രകാശ് 3 ഇനങ്ങളിൽ മത്സരിക്കും. വോളിബോൾ മത്സരവും ഇന്ന്. CPM MLAയും ചലച്ചിത്ര താരവുമായ M മുകേഷിനെതിരായ ബലാത്സംഗ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്ന് SIT. പീഡനത്തിന് പുറമെ ലൈംഗികാതിക്രമത്തിന്റെ വകുപ്പും ചുമത്തിയാണ് കുറ്റപത്രം നൽകിയത്. ആലുവ സ്വദേശിനിയായ നടി നൽകിയ പീഡന പരാതിയിലാണ് കേസെടുത്ത് 5 മാസങ്ങൾക്കിപ്പുറം പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. പരാതിക്കാരിയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും തെളിവുകളായിട്ടുണ്ട്. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും SIT വ്യക്തമാക്കി. പീഡനത്തിന് പുറമെ ലൈംഗിക അതിക്രമത്തിന്റെ വകുപ്പും ചുമത്തിയിട്ടുണ്ട്. താരസംഘടനയായ അമ്മയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. നടിയുടെ പരാതിയിൽ കേസെടുത്തത് മരട് പോലീസാണ്. കേസിൽ മുകേഷിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട്. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പരാതിക്കാരിയായ നടി നേരത്തെ അന്വേഷണ സംഘത്തിനെതിരെ രംഗത്തെത്തുകയും കേസിൽ നിന്ന് പിന്മാറുന്നതായും പറഞ്ഞിരുന്നു. പിന്നീട് നിലപാട് മാറ്റി. നടി കോടതിക്ക് മുന്നിൽ രഹസ്യമൊഴിയും നൽകിയിട്ടുള്ളതാണ്.
കുറ്റപത്രത്തിൽ മുകേഷിനെതിരെ കൃത്യമായ തെളിവുകളുണ്ടെന്ന തരത്തിൽ അന്വേഷണ സംഘം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും മുകേഷ് MLA സ്ഥാനത്ത് തുടരട്ടെ എന്നതാണ് CPM നിലപാട്. മണിയൻപിള്ള രാജു, ശ്രീകുമാർ മേനോൻ എന്നിവർക്കെതിരായ പരാതിയിലും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. ഇതുവരെ 7 കേസുകളിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. ജനം, കൊച്ചി. കണ്ണൂരിൽ BJP വളരുന്നുവെന്ന് തുറന്ന് സംബന്ധിച്ച CPM ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട്. കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇതുവരെയില്ലാത്ത വോട്ട് ചോർച്ചയുണ്ടായെന്നും ഇത് BJPയിലേക്കാണ് ഒഴുകിയതെന്നുമാണ് വിലയിരുത്തൽ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടി വിലയിരുത്തിയപ്പോഴാണ് നേതൃത്വത്തിന് ഇക്കാര്യം ബോധ്യപ്പെട്ടത്. ഇതുവരെ ഇല്ലാത്ത രീതിയിലാണ് BJP കണ്ണൂർ ജില്ലയിൽ വളർന്നത് എന്നാണ് CPM വിലയിരുത്തൽ. പ്രവർത്തന റിപ്പോർട്ടിലൂടെ CPM അത് തുറന്നു പറയുമ്പോൾ പാർട്ടി കോട്ടകളിൽ വിള്ളലുകൾ വീഴുന്നുണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം. BJP സാന്നിധ്യം പലയിടങ്ങളിലും വർദ്ധിച്ചു. പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും ശക്തമായ വോട്ട് ചോർച്ചയുണ്ടായി. ഈ വോട്ടുകളൊക്കെ പോയത് BJPയിലേക്കെന്ന് തന്നെയാണ് CPM വിലയിരുത്തൽ. താഴെത്തട്ടിൽ അണികളും നേതാക്കളും തമ്മിൽ അകലം വർദ്ധിക്കുന്നുവെന്നും വോട്ട് ചോർച്ച തിരിച്ചറിയാതെ പോയത് നേതാക്കൾ അണികളുമായി അകന്നതുകൊണ്ടാണ് എന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നതായാണ് സൂചന. മാത്രമല്ല, മികവുള്ള പുതിയ കേഡർമാരെ വളർത്താനാകുന്നില്ല എന്നും നേതൃത്വത്തിന്റെ കുറ്റസമ്മതമുണ്ട്. കൂടാതെ നേതാക്കളുടെ അപക്വമായ പെരുമാറ്റവും പ്രതികരണങ്ങളും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നുവെന്നും പേര് പരാമർശിക്കാതെ വിമർശനം ഉയർന്നിട്ടുണ്ട്. EP ജയരാജൻ അടക്കമുള്ള നേതാക്കളെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് സൂചന. ജനം, കണ്ണൂർ. തൃശൂരിലെ BJPയുടെ വിജയം ജനങ്ങൾ LDFനും UDFനും നൽകിയ താക്കീതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജനങ്ങളെ ഭയക്കണമെന്ന താക്കീതിന്റെ മെമ്മോയാണത്. LDFന്റെ 10 വർഷത്തെ കിരാത ഭരണത്തിൽ തൃപ്തനാണോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു. ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കേരള സെല്ലിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ഈ ആന്റി ഇൻകംബൻസി ഇതിലൊന്നും വിശ്വസിക്കുന്നയാളല്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്രയോ യുഗങ്ങളായിട്ട് ഈ പറയുന്ന ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത് 2 പ്രധാനപ്പെട്ട കക്ഷികൾക്കുമെതിരെ നിൽക്കുന്നു, അല്ലെ? ഒരു ഹാർഷ് ഇൻകംബൻസി was impending on all the 20 Lok Sabha constituencies of my state. An incumbency, a fresh incumbent for the betterment of the upkeeping of the life of the people. Did the so-called Rashtriya Prabuddhata stand up to address and contain the situation? എനിക്ക് തോന്നുന്നു ഞാൻ വളരെ കൺസൈസ് ആയിട്ട് ആ വിഷയം അവതരിപ്പിച്ചു. ഇത്രയും പറഞ്ഞാൽ മതി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2026 71 സീറ്റുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി വരണം. ഗൗതമനന്ദ നാരായണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ഗൗതം, ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ കേരള സെല്ലിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആ സമയത്താണ് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. LDFനും UDFനും ജനങ്ങൾ നൽകിയ ഒരു താക്കീതാണ് തൃശ്ശൂരിലെ വിജയം എന്നത്. മാത്രവുമല്ല, ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും രൂക്ഷമായി അദ്ദേഹം വിമർശിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ടല്ലേ? ദേവിക, കേരള സെല്ല് മയൂർ വിഹാർ ഫേസ് 1-ൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കേരള സെല്ലിൻ്റെ പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് കേന്ദ്രമന്ത്രിയും തൃശ്ശൂർ MP-യുമായ സുരേഷ് ഗോപി തൃശ്ശൂരിൽ BJPയുടെ ഐതിഹാസികമായ വിജയം ഒരിക്കൽ കൂടി ഡൽഹി മലയാളികളെ ഓർമ്മപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ പതിറ്റാണ്ടുകളായി അധികാരത്തിൽ തുടരുന്ന ഇടത് വലത് മുന്നണികൾ, ഈ 2 മുന്നണികൾക്കും കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള താക്കീതാണ്. അത് കൃത്യമായി വരുന്ന തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ആ ഒരു തരംഗമുണ്ടായാൽ ഒരു 71 മുകളിൽ സീറ്റുകളൊക്കെ നേടിക്കൊണ്ട് കേരളത്തിൽ BJP അധികാരത്തിലേക്ക് എത്തും എന്ന കൃത്യമായ ആത്മവിശ്വാസം കൂടി സുരേഷ് ഗോപി ഈ ഡൽഹിയിലെ പൊതുപരിപാടിയിൽ എടുത്തു പറഞ്ഞു എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. ഒപ്പം ഇന്ത്യ സഖ്യത്തെയും അതോടൊപ്പം തന്നെ ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്ന ആം ആദ്മി പാർട്ടിയെയും ഒക്കെ അദ്ദേഹം വിമർശിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നത് വരെ രണ്ട് ദുരന്തങ്ങൾ ഒരുമിച്ച് തന്നെയാണ് നിന്നിരുന്നത്. അതായത് ഡൽഹിയിലാണെങ്കിലും രാജ്യത്തൊട്ടാകെയാണെങ്കിലും കോൺഗ്രസും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും മറ്റ് വിവിധ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ചായിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടുകൂടി ഈ ദുരന്തങ്ങളെല്ലാം പരസ്പരം ഇപ്പോൾ തമ്മിലടിക്കുകയാണ് എന്ന് ഇന്ത്യ സഖ്യത്തെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഒപ്പം കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ്, നമുക്കറിയാം ആ ബജറ്റ് വലിയ തോതിൽ ജനകീയ ബജറ്റാണ്. പ്രത്യേകിച്ച് ഈ ടാക്സ് അടയ്ക്കേണ്ടതിൻ്റെ പരിധി 12 ലക്ഷത്തിലേക്ക് ഉയർത്തിയതൊക്കെ സമാനതകളില്ലാത്ത വലിയ തോതിലുള്ള പ്രശംസ സാധാരണക്കാർക്കിടയിൽ ഉണ്ടാകുമ്പോഴും കേരളത്തിലെ ഇന്ത്യ സഖ്യത്തിൻ്റെ എംപിമാർ ബജറ്റിനെ വിമർശിച്ചുകൊണ്ട് ഇന്നലെ ഡൽഹിയിലൊക്കെ രംഗത്ത് വന്നിരുന്നു. അതിനെ അദ്ദേഹം രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. കാരണം സാധാരണക്കാരനെ തലോടുന്ന ഇത്തരത്തിലുള്ള ഒരു ബജറ്റ് അടുത്ത കാലത്തൊന്നും നമ്മുടെ രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചത്. അതായത് ബജറ്റുകൾ എപ്പോഴും താഴെ തട്ടിലുള്ളവർക്കും അതല്ലെങ്കിൽ മുകളിൽ ജീവിക്കുന്ന ആളുകൾക്കുമാകും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഇടത്തരക്കാരനെ ഇത്രത്തോളം തലോടുന്ന ഒരു ബജറ്റ് താൻ കണ്ടിട്ടില്ല എന്ന് തുറന്നു പറയുന്ന രീതിയിലുള്ള പ്രസംഗവും അദ്ദേഹം ഡൽഹിയിൽ നടത്തുകയുണ്ടായി. എന്തായാലും തൃശ്ശൂരിലെ ഐതിഹാസികമായ വിജയം അതിനെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഡൽഹിയിലെ മലയാളി വോട്ടർമാരുടെ ഇടയിലേക്ക് ഇന്നിപ്പോൾ സുരേഷ് ഗോപി സജീവമായ പ്രചരണത്തിലെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മയൂർ വിഹാറിലാണെങ്കിൽ ഇന്നിപ്പോൾ ഉച്ചതിരിഞ്ഞും വൈകുന്നേരവുമായി കേരള സെൽ തന്നെ നടത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുന്നുണ്ട്. ദേവിക. ശരി ഗൗതം, ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ റാലി അവിടെ ഉണ്ടല്ലോ, എപ്പോഴായിരിക്കും അത് ആരംഭിക്കുക? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? ദേവിക, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം നാളെ വൈകുന്നേരം അവസാനിക്കാനിരിക്കെ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി RK പുരത്താണ് BJP റാലിയിൽ സംസാരിക്കുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതോടൊപ്പം തന്നെ BJP അധികാരത്തിലിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി മോഹൻ യാദവ്, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ, ഉത്തരാഖണ്ഡിന്റെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളുടെ BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഇന്ന് ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതാണ്ട് 71 ചെറുതും വലുതുമായ റാലികളാണ് ഇന്നത്തെ ദിവസം. ഇന്ന് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാനത്തെ ഞായറാഴ്ചയാണ്. ഈ ബുധനാഴ്ചയാണ് രാജ്യതലസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. അതിനാൽ ഇന്നത്തെ അവസാനത്തെ സൺഡേ വോട്ടർമാരിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം BJPയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും എല്ലാം നടത്തുകയാണ്. നാളെ വൈകുന്നേരം 5 മണിക്ക് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കും. അതിനാൽ ഇന്നത്തെ ദിവസം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ വിശാലമായ രീതിയിലുള്ള പ്രചരണമാണ് ഡൽഹിയിൽ നടത്തുന്നത്. ദേവിക. ശരി, ഇനി മറ്റു വാർത്തകളിലേക്ക്. വഖഫ് അധിനിവേശം. മുനമ്പം സമരത്തിന് ആദ്യം മുതൽ പിന്തുണ നൽകിയത് BJP മാത്രമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. വോട്ട് ബാങ്കിൽ ലക്ഷ്യം വച്ചല്ല BJPയുടെ പിന്തുണ, വഖഫ് എന്ന കരി നിയമത്തിനെതിരെയാണ് BJPയുടെ നിലപാടെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. മുനമ്പം സമരപ്പന്തൽ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനമ്പത്തെ ഭൂമി വിൽപ്പനയ്ക്ക് കോടതി നൽകിയ അനുമതിയുടെ രേഖകൾ മുനമ്പം സമരസമിതിക്ക്. മുൻസിഫ് കോടതി ഫറൂഖ് കോളേജിന് 1989 അനുമതി നൽകിയതെന്നും സമരസമിതിയുടെ അവകാശവാദം. അതിനിടെ മുനമ്പത്തെ ജനകീയ സമരം 110 ദിനങ്ങൾ പിന്നിട്ടു. 1989 പറവൂർ മുൻസിഫ് കോടതി നൽകിയ അനുമതി ഉത്തരവാണ് മുനമ്പം സമരസമിതി ഉയർത്തിക്കാട്ടുന്ന നിർണായക രേഖ. മുനമ്പത്തെ വഖഫ് അവകാശവാദം ഉന്നയിച്ച ഭൂമി വിൽപ്പന നടത്താൻ ഫറൂഖ് കോളേജിന് അവകാശവും അധികാരവും ഉണ്ടെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. വഖഫ് അവകാശവാദം ഉന്നയിച്ച ഭൂമിന്മേൽ സിവിൽ കോടതി നടത്തിയ കണ്ടെത്തൽ ഏറെ സുപ്രധാനവുമാണ്. വഖഫ് സ്വത്തുക്കൾക്ക് വിൽപ്പനാനുമതി ഉണ്ടാകില്ല. ഫറൂഖ് കോളേജിന് ഭൂമി വിൽക്കാൻ പൂർണ്ണമായ അധികാരമുണ്ടെങ്കിൽ പ്രസ്തുത ഭൂമി വഖഫായി കണക്കാക്കാനാകില്ലെന്നാണ് മുനമ്പം സമരസമിതിയുടെ അവകാശവാദം. നിലവിൽ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെങ്കിലും കോടതി രേഖകൾ മുൻനിർത്തി സമരസമിതി വാദഗതികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിലെ ഹർജിയുടെ ഗതി അനുസരിച്ചാകും ജുഡീഷ്യൽ കമ്മീഷന്റെ തുടർ പ്രവർത്തനം. കമ്മീഷൻ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിയതോടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും വൈകും. അതിനിടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുനമ്പം ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം തുടരുകയാണ്. ജനം, കൊച്ചി.
മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ച സാഹചര്യത്തിൽ പ്രക്ഷോഭ പരിപാടികൾ ശക്തമാക്കാൻ ഒരുങ്ങി മുനമ്പം സമരസമിതി. കമ്മീഷനെ നിയോഗിച്ചപ്പോൾ പ്രശ്നപരിഹാരം വേഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. മുനമ്പത്തെ ഭൂമിയെ സംബന്ധിച്ച് നിർണായക രേഖകൾ ലഭിച്ചപ്പോഴാണ് കമ്മീഷൻ പ്രവർത്തനം നിർത്തിവെക്കുന്നതെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. 3 മാസത്തിനുള്ളിൽ മുനമ്പം വിഷയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നായിരുന്നു ജസ്റ്റിസ് CN രാമചന്ദ്രൻ കമ്മീഷന്റെ ഉറപ്പുണ്ടായിരുന്നത്. ഇതിൽ വലിയ പ്രതീക്ഷയിലായിരുന്നു വഖഫ് അധിനിവേശത്തിനെതിരെ മുനമ്പത്ത് സമരം ചെയ്യുന്ന കുടുംബങ്ങളും. എന്നാൽ ഇപ്പോൾ കമ്മീഷൻ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. മുനമ്പത്തെ ഭൂമി സംബന്ധിച്ച നിർണായക രേഖകൾ ലഭിച്ചപ്പോഴാണ് കമ്മീഷൻ പ്രവർത്തനം നിർത്തിവെക്കുന്നതെന്ന് സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. 1988 ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പറവൂർ കോടതിയുടെ ഉത്തരവടങ്ങുന്ന രേഖകൾ ലഭിച്ചിട്ടുണ്ട്. അന്ന് താമസക്കാരായിരുന്ന 218 കുടുംബങ്ങൾക്ക് ഭൂമി ഫാറൂഖ് കോളേജിൽ നിന്നും വില കൊടുത്തു വാങ്ങാൻ നിർദ്ദേശിക്കുന്നതായിരുന്നു ഈ ഉത്തരവ്. കമ്മീഷൻ പ്രവർത്തനം നിർത്തിവെക്കുമ്പോൾ പ്രശ്നപരിഹാരം നീളും. അതുകൊണ്ട് വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കാനാണ് ജനങ്ങളുടെ തീരുമാനം. കമ്മീഷന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്തുള്ള കേസ് ഹൈക്കോടതി തീർപ്പാക്കിയ ശേഷമാകും തുടർ നടപടികളെന്നായിരുന്നു ജസ്റ്റിസ് CN രാമചന്ദ്രൻ അറിയിച്ചത്. കേസ് പെട്ടെന്ന് തീർപ്പാക്കിയാൽ റിപ്പോർട്ട് വേഗത്തിൽ സമർപ്പിക്കുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ പറഞ്ഞിരുന്നു. ജനം, കൊച്ചി. ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം. വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുംപാടം സ്വദേശി വിഷ്ണുജ മരിച്ചത്. വിഷ്ണുജയെ സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. ഭർത്താവ് പ്രഭിനെ മഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2023 മെയ്യിലാണ് വിഷ്ണുജയും എളങ്കൂർ സ്വദേശി പ്രഭിനും തമ്മിലുള്ള വിവാഹം നടന്നത്. വിഷ്ണുജയെ സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ആരോപണം. സ്ത്രീധനം നൽകിയത് കുറവെന്ന് പറഞ്ഞു പീഡിപ്പിച്ചിരുന്നുവെന്നും ജോലിയില്ലെന്നും പറഞ്ഞും ഉപദ്രവമുണ്ടായിരുന്നതായും കുടുംബം പറയുന്നു. ഭർത്താവിന്റെ ബന്ധുക്കൾ കൂട്ടുനിന്നെന്നും ആരോപണമുണ്ട്. ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനം, വളരെ കടുത്ത പീഡനം നേരിട്ടിരുന്നത് ഇപ്പോഴാണ് ഓരോന്നും നമ്മൾ അറിയുന്നത്. അതായത് ഒളപ്പം പഠിച്ച കൂട്ടുകാരികളും ഒക്കെ പറഞ്ഞു, അവരൊക്കെ ഓരോന്നും എടുക്കാണ്ട് അത് കണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, തെളിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് ഇവൻ പറഞ്ഞത് ജോലിയില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം പറയുന്നത്, എൻ്റെ ജോലി കണ്ടിട്ട് എൻ്റെ ഒപ്പം വരണ്ട കേട്ടോ, ഇജ് സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കുവാണ്. അതിനോട് കഠിനാധ്വാനം ചെയ്യുന്നു. അതങ്ങനെ. പിന്നെ ഇവർക്ക് സൗന്ദര്യമില്ല, ഇവള് തടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ ബൈക്കും കൂടി കയറ്റി കൊണ്ടുപോകില്ല. ഒരു കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 2 കൊല്ലം എന്ത് ടൂറ് ജസ്റ്റ് ഒന്ന് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തേക്ക്, അതുവരെ എൻ്റെ കുട്ടി അറിയില്ല. വേറെയുള്ള കുട്ടികളെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ സങ്കടമാണ് കുട്ടിക്ക്. എന്നാൽ വിഷ്ണുജയുടെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ കുടുംബം തള്ളി. വിഷ്ണുജയും പ്രഭിനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ മറ്റ് ആരോപണങ്ങൾ ശരിയല്ലെന്നുമാണ് കുടുംബത്തിന്റെ പ്രതികരണം. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് മഞ്ചേരി പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. പ്രഭിനെതിരെ ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകൾ കൂടി ചുമത്തിയേക്കുമെന്നാണ് സൂചന. ജനം, മലപ്പുറം. തിരുവനന്തപുരം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട 2 വയസ്സുകാരിയുടെ അമ്മ ശ്രീധുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പിന് കേസ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയിലാണ് ബാലരാമപുരം പോലീസ് കേസെടുത്തത്. ശ്രീധുവിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ശ്രീധു നടത്തിയ തട്ടിപ്പിൽ വിശദീകരണവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള എല്ലാ നിയമനങ്ങളും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് നടത്തുന്നത്. തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രസ്താവനയിൽ അറിയിച്ചു. നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുമായി തെളിവെടുപ്പ് ചൊവ്വാഴ്ച. പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ആവശ്യപ്പെടുന്നത് 2 ദിവസത്തെ കസ്റ്റഡി. തെളിവെടുപ്പിന് വൻ സുരക്ഷാ സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. 100ഓളം വനിതാ പോലീസുകാരും ഡ്രോൺ നിരീക്ഷണവും ഉണ്ടാകും. കോഴിക്കോട് കുന്തമംഗലത്ത് യുവതിക്ക് വെട്ടേറ്റു. വെള്ളിമാടുകുന്ന് സ്വദേശി കിരൺമയിയുടെ തലയ്ക്കാണ് വെട്ടേറ്റത്. ചുല്ലൂർ സ്വദേശി ഷിജു ആണ് വെട്ടിയത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഇയാൾക്ക് മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നു ഈ യുവതിയോട്? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്?
അല്പം മുമ്പാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ചൂലൂർ സ്വദേശിയായിട്ടുള്ള ഷിജു ആണ് വെള്ളിമാടുകുന്ന് സ്വദേശിയായിട്ടുള്ള 20 വയസ്സ് മാത്രമുള്ള കിരൺമയുടെ തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിക്കുന്നത്. ഈ ഷിജു വക്കീലിന്റെ ഗുമസ്തനാണ്. ഇവർ തമ്മിൽ ആദ്യമേ അറിയാവുന്നവരാണ്. കാരണം ഈ കിരൺമയുടെ അമ്മയുമായി ബന്ധപ്പെട്ട ചില സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഷിജുമായി ബന്ധപ്പെട്ട വക്കീലാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഷിജു ഈ കിരൺമയുടെ അമ്മയിൽ നിന്ന് പണം വാങ്ങിയിരുന്നു. ഇത് ചോദിക്കാൻ വേണ്ടിയാണ് അമ്മയും ഈ കിരൺമയുമായി ഷിജുവിന്റെ വീട്ടിൽ എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പരസ്പരം സംസാരിച്ചു. അതിനിടയിൽ വാക്കുതർക്കം ഉണ്ടായി. ഇതിനിടയിൽ ഷിജു അമ്മയെ ആക്രമിക്കാൻ തുടങ്ങുന്നതിനിടയിൽ അത് തടയാൻ ശ്രമിക്കുകയായിരുന്നു കിരൺമയി. അതിനിടയിലാണ് ഈ കിരൺമയിക്ക് തലയ്ക്ക് വെട്ടേൽക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ കിരൺമയി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്ക് ഗുരുതരമല്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിലാണ് നിലവിൽ കുന്നമംഗലം പോലീസ്. ശരി. ഓട്ടോറിക്ഷ തൊഴിലാളിയെ ഹെൽമറ്റിനടിച്ച് തലയ്ക്ക് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. അന്വേഷണ വിധേയമായാണ് ആഷിബിനെ സസ്പെൻഡ് ചെയ്തത്. നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഈ നടപടി എടുത്തിട്ടുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഓട്ടോറിക്ഷ തൊഴിലാളിയെ ഹെൽമറ്റിന് അടിച്ച് പരിക്കേൽപ്പിച്ചത്. ആലപ്പുഴയിലെ ഒരു മാർക്കറ്റ്, പുലയൻവഴി മാർക്കറ്റിന് സമീപം റോഡരികിൽ മെറ്റൽ കോണ ഉണ്ടായിരുന്നു. ഈ മെറ്റൽ കോണയിലേക്ക് ഓട്ടോറിക്ഷ ഓടിച്ച് കയറ്റിയപ്പോൾ നിന്നുപോയി. ആ സമയത്ത് ഈ ഓട്ടോറിക്ഷയ്ക്ക് പിന്നാലെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ബൈക്കിലെത്തിയത്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ ഈ ബൈക്ക് ചെറുതായി തട്ടിയതുമായി ഉണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ വലിയൊരു സംഭവത്തിലേക്കൊക്കെ പോയത്. ഓട്ടോറിക്ഷ ഡ്രൈവറെ ആ സമയത്ത് തന്നെ ക്ഷുഭിതനായിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ഹെൽമെറ്റിന് അടിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ തലയിൽ 7 സ്റ്റിച്ച് ഉണ്ട്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥനും ഒപ്പം തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറും ആശുപത്രിയിൽ അഡ്മിറ്റായി. തുടർന്ന് പോലീസിനെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടത്തിയത്. ആലപ്പുഴ സൗത്ത് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ശ്രീജിത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ അന്വേഷണ വിധേയമായി പോലീസുകാരനായ ആഷിബിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ദേവിക. ശരി. വൈക്കം താലൂക്ക് ആശുപത്രിയിൽ 11-കാരന് മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ തുന്നലിട്ട സംഭവത്തിൽ ആശുപത്രിയിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്ന റിപ്പോർട്ട്. ഷോർട്ട് സർക്യൂട്ട് മൂലം വൈദ്യുതി പോയതിനാലാണ് മൊബൈൽ വെളിച്ചത്തിൽ ചികിത്സ നൽകിയതെന്ന് ആശുപത്രി RMO ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകി. സംഭവത്തിൽ പരാതി നൽകുന്നില്ലെന്ന് കുട്ടിയുടെ അമ്മ പ്രതികരിച്ചു. ശനിയാഴ്ച വൈകിട്ടാണ് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചെമ്പ് സ്വദേശി 11 വയസ്സുകാരൻ S ദേവതീർത്തിന്റെ തലയിലെ മുറിവിൽ മൊബൈൽ വെളിച്ചത്തിൽ തുന്നലിട്ടത്. സംഭവം വിവാദമായതോടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആശുപത്രി RMOയോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ആശുപത്രിയിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്ന് RMO നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടി ചികിത്സ തേടിയ സമയത്ത് ഷോർട്ട് സർക്യൂട്ട് മൂലം ആശുപത്രിയിൽ വൈദ്യുതി ബന്ധം നിലച്ചു. ഈ സാഹചര്യത്തിലാണ് രോഗിയെ വൈകിപ്പിക്കാതെ മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ തുന്നലിടേണ്ടി വന്നതെന്നാണ് വിശദീകരണം. എന്നാൽ ഡീസൽ ചെലവ് അധികമായതിനാൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കാറില്ല എന്നാണ് ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ അറ്റൻഡർ നൽകുന്ന മറുപടി. ജനറേറ്റർ ഉണ്ട്, ഡീസൽ കൂടുതലാണെന്നോ ചിലവ് കൂടുതലാണെന്നോ സംഭവത്തിൽ പരാതി നൽകുന്നില്ലെന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു. വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിലെത്തിയാൽ മാത്രം മതിയെന്ന് അമ്മ സുരഭി പ്രതികരിച്ചു. ഇല്ല, പരാതിയായിട്ടൊന്നും പോകുന്നില്ല. ഇതിപ്പോ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിലൊന്നും പെടുത്തുക, ഇനിയുള്ളൊരു വീഴ്ച ഇതുപോലെ വരരുത്, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ മോന് സംഭവിച്ച പോലെ വേറെ ആർക്കും സംഭവിക്കരുത്. ഡ്രസ്സിംഗ് റൂമിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ അതിനകത്തും ഫുള്ള് ഇരുട്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മൊബൈലിൽ ഫ്ലാഷ് ഓണാക്കി, അറ്റൻഡറിൻ്റെ മൊബൈലിൽ ഫ്ലാഷ് ഓണാക്കി കഴിഞ്ഞിട്ട് ഇവരെ നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് വലിയ മുറിവാണ്, അപ്പം നമുക്ക് ഹെയർ കട്ട് ചെയ്തിട്ട് ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹെയർ അവിടെ വെച്ച് കട്ട് ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ അതും ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എന്താ ജനറേറ്റർ ഇല്ലേ, എമർജൻസി ഇല്ലേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കറണ്ട് ഇല്ല, ജനറേറ്റർ വർക്ക് ചെയ്യണില്ല. അപ്പോൾ ഞാൻ ജനറേറ്റർ എന്താ വർക്ക് ചെയ്യാത്തത്? അപ്പോൾ പറഞ്ഞു ഡീസലിൻ്റെ എന്തോ പ്രശ്നമാണ്. അങ്ങനെയാണ് ആ ചേട്ടൻ അന്നേരം പറഞ്ഞത്, അറ്റൻഡർ മറുപടി പറഞ്ഞത്. മുറിവ് ഭാഗത്തെ മുടി വെട്ടാനിരുന്ന മുറിയിലും വെളിച്ചമുണ്ടായിരുന്നില്ല. തുന്നൽ നടത്തുമ്പോൾ മുറിവിൽ മുടിയിരിക്കുന്നതായി ഡോക്ടർ അറ്റൻഡറോട് പറഞ്ഞിരുന്നുവെന്നും സുരഭി പറഞ്ഞു. കുട്ടിയെ ഇന്ന് മറ്റൊരു ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ജനം, കോട്ടയം.
100 കോടി രൂപ വിലമതിപ്പുള്ള 10 ഏക്കർ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് സൗജന്യമായി വിട്ടുകൊടുക്കാൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് നീക്കം. സാങ്കേതിക സർവകലാശാലയ്ക്കും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിനും സ്ഥലം വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ച കേരള സർവകലാശാലയുടെ പുതിയ നീക്കം ഉന്നത ഇടപെടലിനെ തുടർന്ന് സർവകലാശാല ഭൂമി വിട്ടുകൊടുക്കരുതെന്ന 2018 സെനറ്റ് തീരുമാനം അട്ടിമറിക്കുന്നത് സ്വകാര്യ സംരംഭകരെ സഹായിക്കാനാണെന്നാണ് ആക്ഷേപം. ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം, കണ്ണൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ സ്വകാര്യ സംരംഭകരുമായി യോജിച്ച് സർക്കാർ ആരംഭിക്കുന്ന സയൻസ് പാർക്കുകളുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. ഭരണപരമായ നിബന്ധനകളും വ്യവസ്ഥകളും സയൻസ് പാർക്ക് പദ്ധതിയുടെ മാനദണ്ഡങ്ങളുമായി യോജിക്കാത്തതിനാൽ തിരുവനന്തപുരം ജില്ലയിൽ പാർക്ക് സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്താൻ മുഖ്യമന്ത്രി തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. 100 കോടിയിൽ കൂടുതൽ വില വരുന്ന യൂണിവേഴ്സിറ്റി വക 10 ഏക്കർ ഭൂമി നേരത്തെ നിശ്ചയിച്ച നിബന്ധനകൾ ഒഴിവാക്കി സൗജന്യമായി വിട്ടുകൊടുക്കാൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനിക്കുകയായിരുന്നു. സാങ്കേതിക സർവകലാശാലയുടെയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെയും ആസ്ഥാന മന്ദിരങ്ങൾ നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകില്ലെന്ന് തീരുമാനം കൈക്കൊണ്ട സർവകലാശാലയാണ് സ്വകാര്യ സംരംഭകർക്ക് സൗജന്യമായി ഭൂമി വിട്ടു നൽകുന്നത്. യൂണിവേഴ്സിറ്റി വക ഭൂമി നഷ്ടപ്പെടില്ലെന്ന മുഖ്യമന്ത്രി, ധനമന്ത്രി, വ്യവസായ മന്ത്രി എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗ മിനിറ്റ്സ് സിൻഡിക്കേറ്റ് യോഗത്തിൽ VC റിപ്പോർട്ട് ചെയ്യവെയാണ് ഭൂമി ഏറ്റെടുക്കണമെന്ന സിൻഡിക്കേറ്റിന്റെ താൽപര്യം സർക്കാരിനെ അറിയിക്കുവാൻ തീരുമാനിച്ചത്. തങ്ങൾ ഭൂമി സയൻസ് പാർക്കിന് പ്രത്യേകമായി മാറ്റിവെച്ചിരിക്കുകയാണെന്നും വിട്ടു നൽകാൻ തയ്യാറാണെന്നും കാണിച്ച് രജിസ്ട്രാർ സർക്കാരിന് കത്ത് നൽകി. സെനറ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിബന്ധനകൾ മറച്ചുവെച്ചാണ് രജിസ്ട്രാർ സർക്കാരിന് കത്ത് നൽകിയത്. VC ഡോക്ടർ മോഹൻ കുന്നുമേൽ ഉന്നയിച്ച നിബന്ധനകൾ മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടുവെങ്കിലും കേരള സർവകലാശാലയുടെ വൈജ്ഞാനിക നേതൃത്വവും സാമീപ്യവും സയൻസ് പാർക്കിന് ഉറപ്പാക്കുകയെന്ന സ്വകാര്യ സംരംഭകരുടെ പ്രത്യേക താൽപര്യത്തിന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വഴങ്ങുകയായിരുന്നുവെന്നാണ് ആക്ഷേപം. മുഖ്യമന്ത്രിക്ക് വസ്തുത ബോധ്യപ്പെട്ടുവെങ്കിലും മന്ത്രിസഭയിൽ ഒരു പ്രമുഖ മന്ത്രിയുടെയും യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലെ ചിലരുടെയും താൽപര്യങ്ങൾക്ക് വഴങ്ങി കോടികളുടെ മൂല്യമുള്ള സർവകലാശാല ഭൂമി സൗജന്യമായി സർക്കാരിന് വിട്ടു നൽകാനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും വൈസ് ചാൻസലർക്കും നിവേദനവും നൽകി. ജനം, തിരുവനന്തപുരം. സമസ്തയുടെ വിമർശനം തുടരുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരണം തുടർന്ന് മുസ്ലിം ലീഗ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിൻ ആശംസകളുമായി ET മുഹമ്മദ് ബഷീർ MP രംഗത്തെത്തി. സക്കാത്ത് ക്യാമ്പയിനിലൂടെ ജമാഅത്തെ ഇസ്ലാമി ആരാധനയെ അട്ടിമറിക്കുകയാണെന്നാണ് സമസ്ത പറയുന്നത്. നേരത്തെ മുനവർ അലി തങ്ങൾ ആശംസ നേരുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സഹകരണത്തിന്റെ പേരിൽ CPM-ഉം കോൺഗ്രസും വിമർശനം നേരിടുന്നതിനിടയിലാണ് സക്കാത്ത് ക്യാമ്പയിന് ആശംസകൾ നേർന്ന് മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ MP രംഗത്തെത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലായിരുന്നു ET മുഹമ്മദ് ബഷീർ MP ആശംസകൾ നേർന്നത്. നേരത്തെ പരിപാടിയുടെ ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്ന ET മുഹമ്മദ് ബഷീർ ആശംസകൾ നേർന്നുകൊണ്ടുള്ള വീഡിയോ സംഘാടകർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. ETയുടെ അഭാവത്തിൽ ജമാഅത്തെ ഇസ്ലാമി അമീർ P മുജീബ് റഹ്മാനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സക്കാത്ത് ക്യാമ്പയിന്റെ ലോഗോ പ്രകാശനം ചെയ്തത് യൂത്ത് ലീഗ് അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി തങ്ങളായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം സംരംഭങ്ങളുമായി സഹകരിക്കണമെന്നാണ് ആശംസാ വീഡിയോയിൽ ET മുഹമ്മദ് ബഷീർ MPയുടെ ആഹ്വാനം. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുക എന്നതാണ് ഇതിലെ ഒരു പ്രധാനമായ കാരണം. അത് പ്രവൃത്തിപഥത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കിയതിൻ്റെ ഒരു പശ്ചാത്തലവും ഈ മൂവ്മെൻറ്റിലുണ്ട് എന്നതാണ് ഞാനതിൽ കാണുന്ന ഒരു പ്രധാനമായ സംഗതി. ഏതായിരുന്നാലും മീറ്റിംഗ് വരാൻ കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് അതുമായിട്ടൊക്കെ സഹകരിക്കാം. ഇത്തരം നല്ല സംരംഭങ്ങളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് കൂടി വിനീതം അപേക്ഷിക്കുകയാണ്. സക്കാത്തെ സംബന്ധിച്ച പ്രവർത്തനങ്ങളിൽ നമുക്കെല്ലാം ഓരോരുത്തർക്ക് ചെയ്യാൻ കഴിയുന്ന സജീവമായിട്ട് തന്നെ ചെയ്യുന്നതിൽ നമുക്കെല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകാം. മുസ്ലിം ലീഗിനെ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന ആരോപണം ശക്തമാകുന്ന സമയത്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് ക്യാമ്പയിനുമായി സഹകരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ലീഗ് നേതാവ് രംഗത്തെത്തിയതെന്നതും ശ്രദ്ധേയമാണ്. ജമാഅത്തെ ഇസ്ലാമിക്കും സക്കാത്ത് ക്യാമ്പയിനുമെതിരെ സമസ്തയും പരസ്യമായി രംഗത്ത് വന്നിരുന്നു. ഇസ്ലാം മതം പഠിപ്പിക്കുന്നതിനെതിരാണ് സക്കാത്ത് ക്യാമ്പയിൻ എന്നാണ് സമസ്തയുടെ നിലപാട്. ജനം, കോഴിക്കോട്. കൊല്ലം ജില്ലാ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് സഹകരണ സംഘത്തിൽ 4.5 കോടിയുടെ സാമ്പത്തിക ക്രമക്കേട്. ഭരണസമിതി പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ക്രമക്കേട് നടന്നത്. ജില്ലയിലെ CPM നേതാവിന്റെ പിന്തുണയോടെയാണ് ക്രമക്കേടുകൾ നടത്തിയതെന്ന ആരോപണമുണ്ട്. ചട്ടം ലംഘിച്ച് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതെ വായ്പകൾ നൽകി. GDCS-ലും വാടക കെട്ടിടം നവീകരിക്കാനെന്ന പേരിലും വൻ ക്രമക്കേട് നടത്തി. സാമ്പത്തിക ക്രമക്കേടിൽ അന്വേഷണം നടത്തി യൂണിറ്റ് ഇൻസ്പെക്ടർ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർക്ക് സമർപ്പിച്ച റിപ്പോർട്ട് ജനം TVക്ക്. ലോൺ ആപ്പ് തട്ടിപ്പിൽ കൂടുതൽ അറസ്റ്റുകൾ ഉടൻ.
1650 കോടി രൂപയുടെ തട്ടിപ്പിൽ മലയാളികൾക്കും പങ്കുണ്ടെന്നാണ് സൂചന. കേസിൽ അറസ്റ്റിലായ 4 തമിഴ്നാട് സ്വദേശികളെയും വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഇഡി. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പിൽ ഇഡി അന്വേഷണം തുടരുന്നതിനിടെയാണ് ലോൺ ആപ്പ് തട്ടിപ്പിലെ അറസ്റ്റുകൾ. ഓൺലൈൻ തട്ടിപ്പ് കേസിൽ തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശികളായ ഡാനിയൽ സെൽവകുമാർ, കതിരവൻ രവി, ആൻഡോ പോൾ പ്രകാശ്, അലൻ സാമുവൽ എന്നിവരായിരുന്നു അറസ്റ്റിലായിരുന്നത്. എന്നാൽ ഈ സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഇതിൽ പലരും ഇഡി നിരീക്ഷണത്തിലുമാണ്. വൈകാതെ കേസിൽ മറ്റു ചില അറസ്റ്റുകൾ കൂടിയുണ്ടാകും. കേരളത്തിലെ തട്ടിപ്പുകളിൽ ചില മലയാളികളും പങ്കാളികളായതായാണ് വിവരം. ഇവർക്കായും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സിംഗപ്പൂരും ചൈനയും അടക്കം വിദേശ രാജ്യങ്ങളിലേക്ക് തട്ടിയെടുത്ത പണം എത്തിയതായും ഷെൽ കമ്പനികളിലൂടെയാണ് സാമ്പത്തിക തട്ടിപ്പുകൾ മറച്ചതെന്നും കണ്ടെത്തിയിരുന്നു. ലോൺ ആപ്പുകളിൽ കുരുങ്ങുന്നവരെ മോർഫിയത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും പണം തട്ടിയിരുന്നു. നിലവിൽ അറസ്റ്റിലായ 4 പേരുടെ അക്കൗണ്ടുകളിലേക്കും പണം എത്തിയിട്ടുണ്ട്. നിരവധി പേർ ഉൾപ്പെട്ട വലിയ സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് മനസ്സിലാകുന്നത്. അറസ്റ്റിലായ പ്രതികൾ നൽകുന്ന സൂചനകൾ അനുസരിച്ച് കൂടുതൽ അറസ്റ്റുകളുണ്ടാകും. തട്ടിപ്പിൽ ഏതാനും മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട്. പോലീസും ക്രൈംബ്രാഞ്ചും രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുകളിലാണ് ഇഡി അന്വേഷണം ആരംഭിച്ചത്. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പിലൂടെയും നിരവധി പേരുടെ കോടികൾ നഷ്ടമായിരുന്നു. ഇത് സംബന്ധിച്ച പരാതികളിലും ഇഡി അന്വേഷണം തുടരുകയാണ്. ജനം, കൊച്ചി. കോഴിക്കോട് കോംട്രസ്റ്റ് ഫാക്ടറി തൊഴിലാളികൾക്ക് നൽകിയിരുന്ന തൊഴിൽ നഷ്ടപരിഹാരം വെട്ടിക്കുറച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തൊഴിലാളികൾ. തൊഴിലാളി വർഗ പാർട്ടിയെന്ന് അവകാശപ്പെടുന്ന CPM ഭരിക്കുന്ന സർക്കാരിന്റെ നയം തൊഴിലാളി വിരുദ്ധമാണെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. സ്വകാര്യ വ്യക്തികൾ കൈയടക്കിയ ഫാക്ടറി ഭൂമി സംസ്ഥാന സർക്കാർ തിരിച്ചുപിടിക്കണമെന്നും കോംട്രസ്റ്റ് ഏറ്റെടുക്കൽ ബില്ല് നിഷ്കർഷിക്കുന്ന ആനുകൂല്യങ്ങൾ നൽകണമെന്നുമുള്ള ആവശ്യമാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. വിദേശ മിഷണറിമാർ 19ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ബ്രാൻഡഡ് വസ്ത്രനിർമ്മാണ കമ്പനിയായ കോംട്രസ്റ്റിന് 2009 പൂട്ടുവീണതാണ്. അന്നു മുതൽ തുടങ്ങിയതാണ് കമ്പനി ഭൂമി കൈക്കലാക്കാനുള്ള നീക്കങ്ങളും ഇതിനെതിരെ തൊഴിലാളികളുടെ സമരങ്ങളും. വർഷങ്ങളായി സമരമുഖത്തുള്ള തൊഴിലാളികൾക്ക് പറയാനുള്ളത് നിയമലംഘനത്തിന്റെയും തൊഴിലാളി വഞ്ചനയുടെയും നീണ്ട 16 വർഷങ്ങളുടെ ചരിത്രമാണ്. ഞങ്ങൾ ആവശ്യം ഈ നിയമപ്രകാരം തന്നെ ഫാക്ടറി ഏറ്റെടുത്ത് ആധുനിക നെയ്ത്ത് ഫാക്ടറി പുരാതന മ്യൂസിയം ആക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. പക്ഷേ മുഴുവൻ സ്ഥലങ്ങളും വിറ്റുപോയതുകൊണ്ട് ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് അവർക്ക് പണം കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞ് ഇത്രയും നേരം വൈകിയതുകൊണ്ട് 31 വർഷം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ ഒരാൾക്ക് എത്ര വർഷം ഒരു ജീവിതം പോയി എന്നുള്ളത് ഭയങ്കര സങ്കടകരാവസ്ഥയിൽ. ഇതിൽ 6 പേര് മരണപ്പെടുകയും ചെയ്തു. 2 പേര് അറ്റാക്കായിട്ടാണ് മരിച്ചത്. ഒരു 10 പൈസ കമ്പനിയോ അല്ലെങ്കിൽ ഒരു KSIDCയോ കേരള സർക്കാർ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. തൊഴിലാളി വർഗ്ഗ ഗവൺമെൻറ് ആണെങ്കിൽ തൊഴിലാളികളോട് ഞങ്ങൾക്ക് ഒരു അനുഭവമായിട്ടൊരു തീരുമാനം എടുക്കണം. കാരണം ഈ കാര്യത്തിൽ സർക്കാർ തൊഴിലാളികളെ വിളിച്ചിരുത്തിക്കൊണ്ട് നിയമവും എക്സെറ്റും ഒക്കെ ഉള്ള അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അത് നിൽക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഈ പ്രശ്നം ഒന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്. സ്വകാര്യ വ്യക്തികൾ കൈയടക്കിയ ഫാക്ടറി ഭൂമി സംസ്ഥാന സർക്കാർ തിരിച്ചുപിടിക്കണം. 58 വയസ്സിന് മുകളിലുള്ളവർക്ക് തൊഴിൽ നഷ്ടപരിഹാരമായി മാസത്തിൽ നൽകിയിരുന്ന 5000 രൂപ എടുത്തുകളഞ്ഞ നടപടി പിൻവലിക്കണം എന്നിവ ആവശ്യപ്പെട്ടുകൊണ്ട് സമരം കടുപ്പിക്കാനാണ് തൊഴിലാളികളുടെ അടുത്ത നീക്കം. ജനം, കോഴിക്കോട്. വടകരയിൽ കാറിടിച്ച് വയോധിക മരിക്കുകയും 9 വയസ്സുകാരി ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്ത സംഭവത്തിൽ പ്രതിയെ പിടികൂടാതെ കുറ്റപത്രം നൽകാനൊരുങ്ങി പോലീസ്. വാഹനം ഓടിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ട് 2 മാസമായിട്ടും വിദേശത്തുള്ള പ്രതിയെ നാട്ടിലെത്തിക്കാൻ പോലീസിനായിട്ടില്ല. കുറ്റപത്രം സമർപ്പിച്ച ശേഷം റെഡ് കോർണർ പുറപ്പെടുവിക്കാനായി ഇന്റർപോളിനെ സമീപിക്കാനാണ് തീരുമാനം. 2024 ഫെബ്രുവരി 17 ബസ്സിറങ്ങി റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന മുത്തശ്ശി ബേബിയെയും പേരക്കുട്ടി തൃഷാനയെയും കാർ ഇടിച്ചിട്ട് നിർത്താതെ പോയത്. വടകര ചേറോട് ദേശീയപാതയിലായിരുന്നു നാടിനെ കണ്ണീരിലാഴ്ത്തിയ അപകടം നടന്നത്. 9 മാസം കഴിഞ്ഞാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് അപകടശേഷം രൂപമാറ്റം വരുത്തിയ കാർ കണ്ടെത്താനായത്. പുറമേരി സ്വദേശി ഷിജിലിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു കാർ. അപകടത്തിന് ശേഷം UAE-യിലേക്ക് കടന്ന ഷിജിലിനെ നാട്ടിലെത്തിക്കാൻ പക്ഷേ പോലീസിനായില്ല. വാഹനത്തിന് രൂപമാറ്റം വരുത്തിയും ഇൻഷുറൻസ് കമ്പനിയെ കബളിപ്പിച്ച് ക്ലെയിം തട്ടിയെടുത്തുമായിരുന്നു ഷിജിൽ വിദേശത്തേക്ക് കടന്നത്. പ്രതിയെ ഉടൻ നാട്ടിലെത്തിച്ച് കുറ്റപത്രം സമർപ്പിക്കുമെന്നായിരുന്നു പോലീസ് ആദ്യം വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നാണ് പറയുന്നത്. വാഹനത്തിന്റെ അടക്കം ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകൾ ചേർത്ത് ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതിനുശേഷം പ്രതിയെ നാട്ടിലെത്തിക്കാൻ റെഡ് കോർണർ പുറപ്പെടുവിക്കാനാണ് തീരുമാനവും. അതേസമയം കുട്ടി ഇപ്പോഴും കോമ സ്റ്റേജിൽ തുടരുകയാണ്. വിദഗ്ധ ചികിത്സയ്ക്കായി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാനാണ് വീട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത്. ജനം, കോഴിക്കോട്. വയനാട് തിരുനെല്ലി കോട്ടിയൂരിൽ പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ ആട് ചത്തു. ഒരാടിന് ഗുരുതരമായി പരിക്കേറ്റു.
കോട്ടിയൂർ കാരമാട് അടിയ ഉന്നതി രതീഷിന്റെ 3 മാസം ഗർഭിണിയായ ആടാണ് ചത്തത്. സമീപത്തുള്ള മറ്റൊരാടിനെ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ജനവാസ മേഖലയിലെ പുലിയുടെ സ്ഥിരം സാന്നിധ്യം ജനങ്ങളെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട്. വിഷയം വനപാലകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. മലപ്പുറം വഴിക്കടവിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ഇന്ന് പുലർച്ചെയാണ് വഴിക്കടവ് സ്വദേശി പുത്തൻപുരയ്ക്കൽ അബ്ദുൾ നാസറിന്റെ പുരയിടത്തിൽ കാട്ടാന എത്തിയത്. കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് പതിവെന്ന് നാട്ടുകാർ പറഞ്ഞു. ശിവദാസ് കന്മനം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശിവദാസിലേക്ക് വരാം. മറ്റൊരു വാർത്തയിലേക്ക്. ഇടുക്കി നെടുങ്കണ്ടം കല്ലാറിൽ പുൽമേടിന് തീപിടിച്ചു. ജനവാസ മേഖലയോട് ചേർന്ന KSEBയുടെ കൈവശമുള്ള ഭൂമിയിലാണ് തീപിടുത്തം. നെടുങ്കണ്ടത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇടുക്കി നെടുങ്കണ്ടത്താണ് കല്ലാറിൽ പുല്ലുമേടിന് തീപിടിച്ചത്. ജനവാസ മേഖലയോട് ചേർന്ന KSEBയുടെ കൈവശമുള്ള ഭൂമിയിലാണ് തീപിടുത്തമുണ്ടായത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അവിടെ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുബിൻ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുബിൻ, എങ്ങനെയാണ് ഈ തീ പടർന്നത്? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അവിടെ തുടരുകയാണോ? ഇന്ന് 12 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ നെടുങ്കണ്ടത്തിന് സമീപം കല്ലാറിലെ ജനവാസ മേഖലയോട് ചേർന്ന് തീപിടുത്തമുണ്ടായത്. ഒരു മലനിരകളാണ്. മലനിരയിലെ പുല്ലുകൾ പൂർണ്ണമായും ഉണങ്ങി നിൽക്കുകയായിരുന്നു. ഈ ഉണങ്ങി നിന്ന പുല്ലുകൾക്കാണ് തീ പിടിച്ചത്. കല്ലാർ ഡാം റിസർവയറിലെ KSEBയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ കല്ലാർ ഡാം ഉള്ളത്. ഇതിന്റെ മുകൾ ഭാഗത്തായാണ് ഈ പൂർണ്ണമായും തീ കത്തിപ്പടരുന്ന സാഹചര്യം ഉണ്ടായത്. വലിയ രീതിയിൽ തീ ആളി പടരുകയും ചെയ്തു. ഈ പൂർണ്ണമായും ആ ഒരു മലനിരകൾ ഒന്നാകെ കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ജനവാസ മേഖലയിലേക്ക് ഈ തീ പടർന്നു പിടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഫയർഫോഴ്സ് സംഘം എത്തി നിലവിൽ ഇപ്പോൾ ഈ ഒരു ആദ്യഘട്ടത്തിൽ ഈ ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളമൊഴിച്ച് ആ തീ ഈ ജനവാസ മേഖലയിൽ കടക്കാത്ത രീതിയിൽ ഈ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീടാണ് പൂർണ്ണമായും ഈ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. പൂർണ്ണമായും ഇപ്പോഴും തീ കെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഈ തീ പൂർണ്ണമായും കടത്താൻ കഴിയാത്തത് നേരിയ ആശങ്ക മേഖലയിൽ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ശരി. അന്തർദേശീയ വാർത്തകളിലേക്ക് കൂടി എത്തുമ്പോൾ സൊമാലിയൻ IS ഭീകരർക്കെതിരെ വ്യോമാക്രമണം നടത്തിയ അമേരിക്ക. ഭീകരർ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഗുഹകൾ തകർത്തതായി ട്രംപ്. ഗൗലിസ് കുന്നുകളിലാണ് ആക്രമണം നടന്നത്. IS ഭീകരർ അമേരിക്കയ്ക്കെതിരെ ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നതായും ട്രംപ് വ്യക്തമാക്കി. രാജ്യത്തിന്റെ വടക്കൻ മേഖലയിൽ അമേരിക്കൻ വ്യോമാക്രമണം നടന്നതായി സൊമാലിയൻ പ്രസിഡന്റും സ്ഥിരീകരിച്ചു. വടക്കൻ സൊമാലിയയിലെ ഗോലീസ് കുന്നുകളിൽ തമ്പടിച്ച IS ഭീകരർക്കെതിരെയായിരുന്നു ആക്രമണം. ആക്രമണം നടന്നതായി സൊമാലിയൻ പ്രസിഡന്റും സ്ഥിരീകരിച്ചു. അമേരിക്കയ്ക്കെതിരെ ആക്രമണത്തിന് ഇവർ തയ്യാറെടുത്തിരുന്നതായി സൂചനകൾ ലഭിച്ചിരുന്നു. ട്രംപ് ആക്രമണത്തിന് ഉത്തരവിട്ട മണിക്കൂറുകൾക്കകം സൈനിക നടപടി ആരംഭിച്ചു. ഗോലിസ് കുന്നുകളിൽ തമ്പടിച്ചവർ അമേരിക്കയ്ക്ക് ഭീഷണിയാണ്. ഇവരെ ഏതു തരത്തിലും കണ്ടെത്തി കൊലപ്പെടുത്തുമെന്ന് ട്രംപിന്റെ സമൂഹ മാധ്യമ കുറിപ്പിൽ കൃത്യമായ സൂചനയുണ്ടായിരുന്നു. ആക്രമണത്തിൽ സാധാരണക്കാർക്ക് പരിക്കേറ്റിട്ടില്ലെന്നും ഭീകരർ കൊല്ലപ്പെട്ടതായും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി അറിയിച്ചു. കഴിഞ്ഞ ഭരണകാലത്ത് സൊമാലിയയിൽ വിന്യസിച്ച 700ഓളം US സൈനികരെ ട്രംപ് തിരിച്ചു വിളിച്ചിരുന്നു. 450 സൈനികരെ പുനർവിന്യസിക്കുകയും ചെയ്തിരുന്നു. സൈനികരെ ട്രംപ് സൊമാലിയയിൽ നിലനിർത്തുമോ എന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. 2023 മുതിർന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരനെ കൊലപ്പെടുത്തിയ അതേ മേഖലയിൽ തന്നെയാണ് സൈനിക നീക്കം നടന്നിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക് ജനം. ഇനി കുംഭനഗരിയിലെ വിശേഷങ്ങളിലേക്ക്. സനാതനധർമ്മത്തിന്റെ വിരാട സംഗമം. മൂന്നാം അമൃത സ്നാനത്തിനൊരുങ്ങി പ്രയാഗ്രാജ്. മഹാകുംഭമേളയിലെ മൂന്നാം അമൃത സ്നാനം വസന്ത പഞ്ചമി ദിനമായ നാളെ നടക്കും. പുണ്യസ്നാനത്തിന് വേണ്ടി തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ്. അതേസമയം തിരക്ക് നിയന്ത്രിക്കാൻ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
മഹാകുംഭമേളയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ്. ഇന്നലെ മാത്രം 2.15 കോടി തീർത്ഥാടകരാണ് കുംഭമേളയിൽ സ്നാനത്തിന് വേണ്ടി എത്തിയത്. ഇതോടെ ഇതുവരെ എത്തിയ ആകെ തീർത്ഥാടകരുടെ എണ്ണം 33.61 കോടിയായി. തിരക്ക് വർദ്ധിക്കുന്നതോടെ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മഹാകുംഭമേളയിലെ 3ാം അമൃതസ്നാനം വസന്തപഞ്ചമി ദിനമായ നാളെ നടക്കും. പുണ്യദിനത്തിൽ സ്നാനത്തിനെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ഇരട്ടിയിലധികം ആകുമെന്നാണ് വിലയിരുത്തൽ. ആദ്യ അമൃതസ്നാനത്തിന് 3.5 കോടിയും 2ാം അമൃതസ്നാനത്തിന് 7.5 കോടിയും തീർത്ഥാടകരാണ് പ്രയാഗ്രാജിലേക്ക് എത്തിയത്. അതിനാൽ തന്നെ 10 കോടിയോളം തീർത്ഥാടകരെ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. 2ാം അമൃതസ്നാന ദിനത്തിൽ അപകടം നടന്ന പശ്ചാത്തലത്തിൽ പഴുതടച്ച സുരക്ഷയും നിയന്ത്രണങ്ങളുമാണ് പ്രയാഗ്രാജിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രയാഗ്രാജിലേക്കുള്ള വാഹനഗതാഗതത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എം നിഖിൽകുമാർ, ജനം, പ്രയാഗ്രാജ്. ഹൈന്ദവ മഹാസമ്മേളനം ാമത്തെ അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് തുടക്കം. ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ പരിഷത്തിന് പതാക ഉയർത്തി. വൈകിട്ട് 4 മണിക്ക് ഗവർണർ രാജേന്ദ്ര അർലേക്കർ പരിഷത്ത് ഉദ്ഘാടനം ചെയ്യും. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഫെബ്രുവരി 5-ന് പരിഷത്തിൽ പങ്കെടുക്കും. ദക്ഷിണ ഭഗീരഥി പമ്പാ നദി തീരത്ത് ഇനി സനാതന ജ്ഞാന പ്രബോധനത്തിന്റെ നാളുകൾ. പരിഷത്തിന് മുന്നോടിയായി കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് പുറപ്പെട്ട ഘോഷയാത്രകൾ ചെറുകോൽപ്പുഴ വിദ്യാധിരാജ സ്മൃതി മണ്ഡപത്തിൽ സംഗമിച്ചു. വാദ്യമേളങ്ങളോടെ ഘോഷയാത്രകൾക്ക് സ്വീകരണം. ത്തിൽ നിന്ന് ഘോഷയാത്രയെത്തിയ ജ്യോതി പരിഷത്ത് വേദിക്ക് സമീപമുള്ള കിടാവിളക്കിൽ തെളിയിച്ചു. ഏഴുമറ്റൂർ ശ്രീ പരമഭട്ടാരക ആശ്രമത്തിൽ നിന്ന് ഘോഷയാത്രയെത്തിച്ച വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ ഛായാചിത്ര പ്രതിഷ്ഠ പ്രധാന വേദിയിൽ. പതാക ഘോഷയാത്ര അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നാണ് എത്തിയത്. കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ നിന്നും പദയാത്രയുമെത്തി. ഹിന്ദുമത മഹാമണ്ഡലം അധ്യക്ഷൻ PS നായർ പതാക ഉയർത്തി. മുകളിലേക്ക് മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വൈകിട്ട് 4 മണിക്ക് ഗവർണർ രാജേന്ദ്രനാഥ് അർലേക്കർ പരിഷത്ത് ഉദ്ഘാടനം ചെയ്യും. പെരുങ്കുളം ചെങ്കോലാധീനം ശിവപ്രകാശ സന്നിധി സ്വാമികളുടെ സാന്നിധ്യം ഉദ്ഘാടന ചടങ്ങിനെ ധന്യമാക്കും. രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമുള്ള സന്യാസി ശ്രേഷ്ഠർ, പ്രഗത്ഭ വാഗ്മികൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രഭാഷണങ്ങൾ നടത്തും. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ സാന്നിധ്യവും ഇത്തവണത്തെ ഹിന്ദുമത പരിഷത്തിന്റെ സവിശേഷ പ്രാധാന്യമാണ്. ഫെബ്രുവരി 5-ന് വൈകിട്ട് 4 മണിക്ക് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. ഇപ്രാവശ്യം കേരളത്തിന് പുറത്തുനിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള സന്യാസി ശ്രേഷ്ഠരെത്തുന്നുള്ള ഒരു പ്രത്യേകത ഈ പ്രാവശ്യത്തെ പരിഷത്തിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. കേരളത്തിന് തന്നെ അഭിമാനം തോന്നുന്ന രീതിയിൽ ഹിന്ദുമത പരിഷത്തിൽ RSSന്റെ മുഖ്യ ആൾ ഡോക്ടർ മോഹൻ ഭാഗവത്ജി എത്തുകയാണ്. ഇന്ന് 4 മണിക്ക് 5-ാം തീയതി 4 മണിക്ക് അദ്ദേഹം 2.5 മണിക്കൂറിൽ കൂടുതൽ ഇവിടെ പ്രഭാഷണം നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭാരവാഹികളുമായിട്ട് ഏതാണ്ട് 25 മിനിറ്റോളം അദ്ദേഹം സംവദിക്കുന്നുണ്ട്. അതൊരു വലിയ, ഞങ്ങളിത് ഉത്സവമായിട്ട് ആഘോഷിച്ചിരുന്നാണെങ്കിൽ ഇപ്രാവശ്യം മഹോത്സവമായിട്ട് ആഘോഷിക്കുകയാണ്. വിവിധ വിഭാഗങ്ങൾ പരിഷത്തിനാവശ്യമായ എല്ലാവിധ തയ്യാറെടുപ്പുകളോടും കൂടി ചെറുകോൽപ്പുഴയിൽ സജ്ജമാണ്. ജനം, പത്തനംതിട്ട. RSS ഉത്തര കേരള പ്രാന്ത കാര്യാലയത്തിന്റെ ഗൃഹപ്രവേശം നടന്നു. കോഴിക്കോട് ചാലപ്പുറത്താണ് മാധവ കൃപ എന്ന പേരിൽ കാര്യാലയം പ്രവർത്തനം ആരംഭിച്ചത്. മുതിർന്ന പ്രചാരകൻ സേതു മാധവൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തനമാരംഭിച്ച കോഴിക്കോട് കേന്ദ്രമാക്കിയാണ് RSS ഉത്തര കേരള പ്രാന്തത്തിന്റെ ആസ്ഥാന മന്ദിരം പ്രവർത്തനം ആരംഭിച്ചത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ഇതോടെ കോഴിക്കോട് ചാലപ്പുറത്തെ മാധവകൃപ മാറി. 18 സംഘജില്ലകളാണ് ഉത്തര കേരള പ്രാന്തത്തിലുള്ളത്. 3 നിലകളിൽ കൂടുതൽ സൗകര്യങ്ങളോടെയാണ് മാധവകൃപ നവീകരിച്ചത്.
പുതിയ കാര്യാലയം സാമാജിക പ്രവർത്തനത്തിന് കൂടുതൽ സഹായകരമാകുമെന്ന് മുതിർന്ന പ്രചാരകൻ എസ് സേതുമാധവൻ പറഞ്ഞു. നമ്മുടെ വളരുന്ന കാര്യകർത്താക്കന്മാരെ കേന്ദ്രീകരിച്ച് അവരെ വളർത്തിയെടുക്കാനും സംഘത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി കേരളത്തെ 2 പ്രാന്തമാക്കി തിരിച്ച സമയത്ത് ഉത്തര കേരളത്തിൻ്റെ കേന്ദ്രം കോഴിക്കോടായി മാറി. സ്വാഭാവികമായിട്ടും കോഴിക്കോടിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു. അനവധി തരത്തിലുള്ള വിവിധ ക്ഷേത്ര പ്രവർത്തനങ്ങളും സാമാജിക പ്രവർത്തനത്തിന് വേണ്ടിയുള്ള മറ്റ് അനവധി പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുകൊണ്ട് ധാരാളം കാര്യകർത്താക്കന്മാരുടെ കേന്ദ്രവും കോഴിക്കോടായിട്ട് മാറി. അനവധി സൗകര്യങ്ങളും പ്രത്യേകിച്ച് അനവധി തരത്തിലുള്ള ബൈഠക്കുകളെല്ലാം നടത്തേണ്ടി വരും. സമൂഹത്തിനെയും ഒരുമിച്ച് കൂട്ടിച്ചേർക്കാനുള്ള ഒട്ടനവധി കാര്യങ്ങൾ വേണം. ആ സൗകര്യത്തിന് വേണ്ടി കാര്യാലയം ഒന്ന് പുതുക്കി പണിതു. ആ പുതുക്കിയ കെട്ടിടത്തിൻ്റെ ഗൃഹപ്രവേശമാണ് നടന്നിട്ടുള്ളത്. നിശ്ചയമായും നമ്മുടെ ഭാവി പ്രവർത്തനത്തിന് ഈ കേന്ദ്രം കൂടുതൽ സഹായകമാകും. ഭാരത് മാതാ പുഷ്പാർച്ചന, ഗണപതി ഹോമം, തുളസിത്തൈ നടൽ, കേരവൃക്ഷത്തൈ നടൽ തുടങ്ങിയ ചടങ്ങുകളും കാര്യാലയ ഗൃഹപ്രവേശത്തോടനുബന്ധിച്ചുണ്ടായിരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ദക്ഷിണ കേരള പ്രാന്തത്തിന്റെ ആസ്ഥാനം എറണാകുളത്താണ്. ജനം, കോഴിക്കോട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് ഹോട്ടലിൽ ബോംബ് ഭീഷണി. ഹോട്ടൽ ഫോർട്ട് മാനറിലാണ് ഭീഷണി എത്തിയത്. ഇമെയിലിലൂടെയാണ് സന്ദേശം ലഭിച്ചത്. പ്രദേശത്ത് പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ്. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, പരിശോധനയിൽ അസ്വാഭാവികമായി എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭിക്കുന്നത് അവിടെ നിന്ന്? ദേവിക, തിരുവനന്തപുരം തമ്പാനൂരിൽ ഉള്ള പവർ ഹൗസ് റോഡിലുള്ള ഹോട്ടൽ മാനറിലാണ്, ഫോർട്ട് മാനറിലാണ് ഇപ്പോൾ ഈ ബോംബ് ഭീഷണി ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് ഉണ്ട്, ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് ഉണ്ട്. ഇവിടെ എത്തി പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ആശങ്കയും മണിക്കൂറിൽ തലസ്ഥാന ജില്ലയ്ക്കുണ്ട് എന്നുള്ളതാണ്. ഇമെയിൽ സന്ദേശത്തിലൂടെയാണ് ഈ ഒരു ബോംബ് ഭീഷണി തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ ഇത് പുറത്തുനിന്നാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് നിൽക്കുന്നത്. ഒപ്പം തന്നെ ബോംബ് സ്ക്വാഡും ഏതെങ്കിലും തരത്തിൽ ഇവിടെ ബോംബ് ഉണ്ടോ എന്നത് ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും വ്യാജ ഇമെയിൽ സന്ദേശമാണോ അതോ സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഇമെയിൽ സന്ദേശമാണോ എന്നതിൽ ഒരു വ്യക്തത വരുത്തുകയാണ് ഇപ്പോൾ ഇവിടെയുള്ള ബോംബ് സ്ക്വാഡും. എന്തായാലും ഈ സംഘം ഹോട്ടലിനുള്ളിൽ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറിൽ ഇവിടെ ഒരു വിവാഹം നടക്കാനുണ്ടായിരുന്നു. ആ വിവാഹവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ഇമെയിൽ സന്ദേശത്തിലേക്ക് എത്തിയത് എന്നുള്ള ചില സൂചനകൾ കൂടി ഈ മണിക്കൂറിൽ വരികയാണ്. പക്ഷേ അതിലൊരു വ്യക്തത നൽകേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരും പോലീസും ഒപ്പം തന്നെ ഈ ഡോഗ് സ്ക്വാഡുമാണ്. അതിലെന്തായാലും ഒരു വ്യക്തത നിലവിൽ നമുക്ക് നൽകിയിട്ടില്ല എങ്കിൽ പോലും ഇവിടെ ഉള്ളവർ, ഒപ്പം തന്നെ ഈ ഹോട്ടലിൽ ഇന്ന് റൂമെടുത്തിട്ടുള്ളവർ, കൂടാതെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ചെക്ക് ഇൻ ചെയ്തവരടക്കമുള്ളവരെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. ഹോട്ടൽ രജിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്ന് തലസ്ഥാന ജില്ലയിലേക്ക് എത്തുന്നവരൊക്കെ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹോട്ടൽ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു പ്രധാനപ്പെട്ട ഹോട്ടലാണ്. ആ ഹോട്ടലിലേക്ക് ഇത്തരത്തിലൊരു സന്ദേശം എത്തുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലൊരു ഭീകരവാദ പ്രവർത്തനമോ മറ്റോ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഡോഗ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തുന്നതോടൊപ്പം തന്നെ ഇമെയിൽ സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമമാണ് ഈ ഘട്ടത്തിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം വ്യാജ ഐഡിയിൽ നിന്നാണ് നിലവിൽ ഈ ഒരു ഇമെയിൽ സന്ദേശം എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ്. അത് കണ്ടെത്താനുള്ള ശ്രമം സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടി ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഈ ഹോട്ടൽ നിൽക്കുന്നത് തമ്പാനൂരിലെ പവർ ഹൗസ് റോഡിലാണ് എങ്കിൽ പോലും പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ടൊക്കെ ഏകദേശം അടുത്ത് വരുന്നൊരു മേഖല ആയതുകൊണ്ട് തന്നെ അതീവ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് അത്തരത്തിലൊരു പരിശോധന ഇവിടെ മാത്രമാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് ഈ ഘട്ടത്തിൽ പരിശോധിക്കുകയാണ്. എന്നാലും നിലവിൽ ആശങ്കാജനകമായ സാഹചര്യമില്ല എന്ന് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ പോലീസിന്റെയും ഡോഗ് സ്ക്വാഡിന്റെ പരിശോധന തുടരുകയാണ്. ഫോർട്ട് പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് ഫോർട്ട് SI പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഒരു ഫോൺ കോളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളാണോ, അത് വല്ല സ്ഥിരീകരണങ്ങളും വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നാൽ മാത്രമേ നമുക്കിതിലൊരു വ്യക്തതയിലേക്ക് വരാൻ കഴിയുള്ളൂ. എന്തായാലും അല്പസമയം മുമ്പാണ് ഇവിടുത്തെ റിസപ്ഷനിലെ ഇമെയിലിലേക്ക്, ഹോട്ടലിന്റെ ഇമെയിൽ ഐഡിയിലേക്ക് ഇത്തരത്തിലൊരു സന്ദേശം എത്തിയിട്ടുള്ളത്. പക്ഷേ ആ സന്ദേശം വ്യാജമാണോ അതോ ഒറിജിനൽ സന്ദേശം തന്നെയാണോ അല്ലെങ്കിൽ ബോംബുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും ഡോഗ് സ്ക്വാഡ് ഇപ്പോഴും ഹോട്ടലിനുള്ളിൽ പരിശോധന നടത്തുകയാണ്. ശരി. ബംഗളൂരു സമന്വയ ഹെബാർ ബാഗ് ജനം ടിവിയുമായി ചേർന്ന് ആഗമൻ 2025 കുടുംബസംഗമം സംഘടിപ്പിച്ചു. വർണ്ണാഭമായ രീതിയിലായിരുന്നു പരിപാടി. കുടുംബസംഗമത്തോടനുബന്ധിച്ച് ജനം TV സംഘടിപ്പിച്ച മ്യൂസിക് ഇന്ത്യ സംഗീത വിരുന്നും അരങ്ങേറി.
3 മാസത്തോളം നീണ്ട അക്ഷീണ പരിശ്രമത്തിനൊടുവിൽ സമന്വയ ഹെബ്ബാൾ ബാഗ് സംഘടിപ്പിച്ച കുടുംബസംഗമം വർണ്ണാഭമായി. കുടുംബസംഗമത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ BJP കേരള ഘടകം വക്താവ് സന്ദീപ് വചസ്പതി മുഖ്യാതിഥിയായി. ഈ സമയത്തും എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നു. നാം ഏത് വേദിയിൽ പോയാലും നമുക്കൊക്കെ ചിന്തിക്കാനുള്ളത് നമ്മുടെ നാടിനെ പറ്റി തന്നെയാണ്. ഈ നാട് നിലനിന്നെങ്കിൽ മാത്രമേ നമുക്കൊക്കെ ജീവിതമാണ്. ജനുവരി 19 രാവിലെ വൈ മുനിസ്വാമപ്പ ഓഡിറ്റോറിയത്തിൽ വന്ദേമാതരം പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ ഹെബ്ബാൾ ബാഗ് പ്രഭാരി ധൻരാജ് PM സ്വാഗതം പറഞ്ഞു. തുടർന്ന് വിശിഷ്ടാതിഥികളായ മല്ലേശ്വരം മണ്ഡലം MLA ഡോക്ടർ CN അശ്വത് നാരായണൻ, കന്നഡ സിനിമാ സംവിധായകൻ ജോ സൈമൺ, ജനം TV സെൻട്രൽ റീജിയണൽ ഹെഡ് രാജേഷ് കുമാർ, സമന്വയ മുഖ്യ രക്ഷാധികാരി K നാണു, പ്രസിഡന്റ് രവീന്ദ്ര മല്യ, വൈസ് പ്രസിഡന്റ് PM മനോജ് എന്നിവർ സംസാരിച്ചു. ഹെബ്ബാൾ ബാഗ് സെക്രട്ടറി സന്ദീപ് KM റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ഹെബ്ബാൾ ബാഗ് ഉപദേഷ്ടാവ് MD വിശ്വനാഥൻ നായർ നന്ദിയും പറഞ്ഞു. സമന്വയ ഹെബ്ബാൾ ബാഗിന്റെ സ്ഥാനീയ സമിതികൾ, മാതൃസമിതികൾ, ബാലഗോകുലം അംഗങ്ങൾ എന്നിവർ ചേർന്ന് നിറപ്പകിട്ടാർന്ന കലാപരിപാടികൾ അവതരിപ്പിച്ചു. വൈവിധ്യമാർന്ന കലാവിരുന്നിൽ തിരുവാതിര, കുച്ചിപ്പുടി, വാദ്യകല, കളരിപ്പയറ്റ്, നാടൻ കലാരൂപങ്ങൾ, പാട്ടുകൾ എന്നിവ ഒന്നിനൊന്ന് മികവുറ്റതായി. ഏഴ് വിദ്യാർത്ഥികൾക്ക് 10,000 രൂപ വീതം എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ഒപ്പം ഒരു ബിസിനസ് ഡയറക്ടറിയും റിലീസ് ചെയ്തു. ജനം TV അവതരിപ്പിച്ച മ്യൂസിക് ഇന്ത്യ പരിപാടിയിൽ വയലി ബാംബു മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച സംഗീത വിരുന്ന് ബാംഗ്ലൂരിലെ മലയാളികൾക്ക് ഒരു വേറിട്ട അനുഭവമായി. ന്യൂസ് ഡെസ്ക് ജനം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.